മകനെ പറഞ്ഞ് ആദ്യം വിട്ട് നീ പോയി അടിക്ക്, രണ്ടാമത് ഞാനും പപ്പായും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഇതിലെ കൈയിട്ട് ഇങ്ങനെ അടിച്ച് പിടിച്ച് വലിച്ച് ചെവിക്കലിനൊക്കെ അടിച്ച് ഇങ്ങോട്ട് എറിഞ്ഞത്. അലിജയെന്ന് പറഞ്ഞേ അവൾ വെള്ളം ഇട്ടിട്ട് ഇങ്ങോട്ട് പോയിരുന്നു. വെള്ളം നിറഞ്ഞു പോവുക. നിറഞ്ഞു പോയപ്പോഴത്തേന് ഇങ്ങനെ വെള്ളം നിറച്ച് കളയരുത്, ഞങ്ങളുടെ പൈസയല്ലേ പോകുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറി കൊച്ചുമോക്ക് കാപ്പി എടുത്ത് കൊടുക്കാനായിട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ട് കാണുമോ, ഞങ്ങൾ കട്ടപ്പനക്കാരാ. പിന്നെ ഇങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവൻ എന്ന് ഇതാ ജോലി, തുണി പെറുക്കി അങ്ങോട്ട് ചുരുട്ടി എറിയുകയും പിന്നെ വെള്ളം മോട്ടർ ഇട്ട് ഞങ്ങൾക്ക് 2000 രൂപ ഈ കറണ്ട് ബില്ല് വന്നാൽ അവൻ 150 രൂപ തരത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ വഴക്ക് എപ്പോഴും അതെ. പിന്നെ അതിലേ പോകുമ്പം വീട്ടിലേ ചവിട്ടി പോകുന്ന ഇഷ്ടമല്ല, മോളെ പാമ്പഴിഞ്ഞ് കൂട്ട് പോകുന്നു. അങ്ങനെ പല രീതിയിൽ ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഉദ്രവമുള്ളു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളെ കണ്ണിന് കാണരുത് അവന്. ഇവിടെ ഞങ്ങൾ 3 പേരും, മോളും രാജിയും ഞാൻ വല്യമ്മയാ, പിന്നെ കൊച്ചുമോള്. 3 പേര് മാത്രമേ ഉള്ളൂ. പപ്പ അങ്ങ് പോയേക്കുക, ഒരു അപ്പച്ചനെ നോക്കാൻ നിൽക്കുക. വാടക വീട് തന്നെ. അവരും വാടക വീട് തന്നെയാണ്. അവര് വരുന്നവരെ എല്ലാം ഇതുപോലെ ഓരോ കാരണവും പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കും. എന്തൊക്കെയോ കള്ളക്കടത്തുണ്ട്, അത് ഉറപ്പാ. എന്നാന്ന് പറഞ്ഞാൽ തുണിയിട്ട് 2 സൈഡ്. ആദ്യം അവിടെ ഒരു ക്യാമറ വെച്ചായിരുന്നു, ഒരു പെണ്ണ് ഉണ്ടായിരുന്നു. അവരെ ഇതുപോലെ തന്നെ അവരെ ഓടിച്ച് വഴക്കുണ്ടാക്കി ഒത്തിരി തെറിയൊക്കെ പറഞ്ഞ് ഓടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പോയി കഴിഞ്ഞപ്പം ഇപ്പം ഞങ്ങളുടെ ക്യാമറ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ തുണിയിട്ട് അങ്ങ് അവിടം വരെ കെട്ടി അങ്ങ് മറയ്ക്കും കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ പുറകെ വരും. അവർ വീട്ടിൽ നമ്മളെന്തെങ്കിലും ഞങ്ങളങ്ങ് തിരക്കാനൊന്നും പോവുകയില്ല. പിന്നെ ഇവൻ്റെ തുണി ഇത്ര നീളം കീറിക്കൊണ്ട് ഞാൻ പൂജിക്കാൻ കൊണ്ടുപോകാനാന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമുണ്ടായി. ഞാനിവിടെ പള്ളിയിൽ പോകുന്നോളൂ, എന്തിനാണ് ഞാൻ പൂജിക്കാൻ പോകുന്നത്? അങ്ങനെ ഇത്രയും പ്രശ്നമാണ്. വെക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെക്കുറിച്ച് കുറേ അനാവശ്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ അവൻ്റെ തുണി കീറുക, അവൻ്റെ വീട്ടിലെ സാധനങ്ങൾ കളയുക, ചെരുപ്പ് കളയാന്നൊക്കെ. ഞാൻ ഇവിടുന്ന് ഒരിടത്തോട്ടും ഇറങ്ങിയല്ല. അതായി ക്യാമറ വെക്കാൻ കാരണം. ഇതിലും വലിയ സംഭവം നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതെന്ന് പറയത്തില്ല എന്ന് ഓർത്താൽ ഞങ്ങൾ പറഞ്ഞു ഇല്ലാത്ത കാശ് മുടക്കി ഞങ്ങൾ ക്യാമറ വെച്ച കാരണം ആരേഷയ്ക്ക് വേണ്ടി വെച്ചാൽ. അല്ലെ അവൻ എന്തൊക്കെയോ സംഭവം കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാനാ ചെയ്തെന്ന് പറയത്തില്ലേ. അതുകൊണ്ട് ഈ ക്യാമറ അതിനായിട്ട് തന്നെ വെച്ചതാണ്. പരിക്കുണ്ട്, കാലേലും ഇങ്ങനെ ശതമുണ്ട്, ഇവിടെ പൊട്ടലുണ്ട്, 2 കാലേലും ഇങ്ങനെ പൊട്ടി മരുന്ന് നോക്കി വെച്ചിട്ടുണ്ട്. പോയായിരുന്നു. പോയി പരാതി കൊടുത്ത് അവർ അന്നേരം തന്നെ ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ട് വീഡിയോ കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവനും അവർ 3 പേരും അവിടെ ഉണ്ടായിട്ട്. പക്ഷെ ഞങ്ങൾ ആശുപത്രിയിൽ പോയോണ്ട് അറിഞ്ഞില്ല അവനോടുണ്ടെന്ന്. മറ്റവൻ ഒളിവിൽ പോയി. ഞങ്ങൾ പോയിടനെ പോയി പിന്നെ അപ്പനെ പിടിച്ച് എന്നിട്ട് അവിടുന്ന് മുങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുങ്ങാൻ തുടങ്ങിയപ്പോൾ കൈയും കാലും ഒടിഞ്ഞെന്നും പറഞ്ഞ് ആശുപത്രി പോകാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പോലീസ് വളഞ്ഞ് പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് ഞങ്ങൾ വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നവരെ അവിടെയുണ്ട്. അവനെ പിടിച്ചിരുത്തിയേക്കുക. മോക്ക് 19 വയസ്സ്. എവിടെ പഠിക്കുന്നത്? പത്തനംതിട്ട കാത്തോലിക്ക കോളേജിൽ പഠിക്കുകയാണ്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു? ഇന്നലെ ഉണ്ട്. അവർക്ക് ലീവ് എങ്ങാണ്ട് എന്തോ പിന്നെ പരീക്ഷ എന്തോ ലീവ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ടെങ്കിൽ കഥ അങ്ങ് അടച്ചിടും, തുറക്കത്തില്ല. ഇവർ 3 പേരും ഉണ്ടല്ലോ, നിർത്തി ഞാൻ കഥ അങ്ങ് അടച്ചിടും. പിന്നെ എൻ്റെ ദൈവം പെണ്ണുമ്പിള്ള വിളിക്കുന്ന തെറിയോ ജലജൻ പറഞ്ഞേ അവൻ പറഞ്ഞു കൊടുക്കും, ഇവൾ തെറി വിളിക്കും. അങ്ങനെയാണ് പ്രശ്നം. അവരെ വിളിക്കുന്നതിന് പ്രശ്നം, ഞങ്ങൾ വിളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അങ്ങനെയാ എന്ന് ഞങ്ങൾ വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതായവൻ. ഇപ്പം അത് 1 വർഷമാകുന്നു. അവർ ഞങ്ങളൊക്കെ മുമ്പേ വന്നു. ഇതൊക്കെ അച്ഛൻ്റെ, ഈ അച്ഛൻ്റെ മറ്റേ തുരുത്തിയിലെ അച്ഛൻ ആദ്യമൊക്കെ അവർക്ക് സൈഡായിട്ട് നിന്ന്. പിന്നെ ഇവനെ മനസ്സിലാക്കി വന്നപ്പം അച്ഛൻ ഇച്ചിരി ഇടംതിരിവായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ തന്നെ തോറ്റുന്ന് മാറാൻ പറഞ്ഞാൽ മാറത്തില്ല. എന്ത് ചെയ്താ വക്കീലിനെയും കൊണ്ട് വന്നായിരുന്നു, ഡെന്നി എന്ന് പറഞ്ഞു. വക്കീൽ പറഞ്ഞ് ഇവിടെ ഇരുന്ന് അവന് സപ്പോർട്ടായിട്ട് വന്ന്. ഞങ്ങൾ പറഞ്ഞേ അവന് സപ്പോർട്ടായിട്ട് ഇങ്ങോട്ട് വരണ്ട, അതുകൊണ്ട് വേണ്ടി വന്നാൽ ഞങ്ങൾ 1 വർഷം പിന്നെ കഴിഞ്ഞ് ഇവനെ മാറ്റത്തുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഞങ്ങൾ മാറാം. നിങ്ങൾ മാറിക്കോ വക്കീൽ പറയുക. അങ്ങനെയൊക്കെ വന്ന് ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അയാളെ കണ്ടു. പിന്നെ അയാൾ 1 മണിക്കൂറോളം അതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് കൊണ്ടുവിട്ടത് ഈ വക്കീൽ, ഡെന്നി എന്ന് പറഞ്ഞേ. ഡെന്നി വർഗീസ് എന്ന് പറഞ്ഞു, ഇവിടെ മെമ്പറിൻ്റെ ചേട്ടൻ.